വിറപ്പിച്ച കൊടും മഴയ്ക്ക് അല്പം ഒരു ശമനം വന്നതോടെ വലിയ ആശ്വാസത്തിലായിരുന്നു മലയാളികൾ. എന്നാൽ ഇടുത്തി പോലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നു. 15-ാം തീയതി മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചു. ഇന്ന് പലയിടത്തും ശക്തമായി മഴ പെയ്തിരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ അതിശക്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ കൂടെയാണ് ഇപ്പോൾ 15-ാം തീയതി മുതൽ മഴ ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നത്. വെള്ളിയാഴ്ചയോടെ മഴ മധ്യ തെക്കൻ മലയോര ജില്ലകളിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നിവിടങ്ങളിൽ 14-ാം തീയതി, അതായത് ഓഗസ്റ്റ് 14-ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴയിൽ കാലാവസ്ഥ പെട്ടെന്ന് മാറാൻ സാധ്യതയുള്ളതിനാൽ ദുരിതബാധിത ജില്ലകളിലെ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. കൊടും മഴ കടന്നുപോയതോടുകൂടി പലരും ക്യാമ്പുകളിലൊക്കെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ ക്യാമ്പുകളിൽ നിന്ന് മിക്കവരും വീടുകളിലേക്കൊക്കെ മാറിയിരുന്നു വെള്ളം ഇറങ്ങിയതോടെ. എന്നാൽ അവർക്കാണ് ഇപ്പോൾ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത്. പ്രശ്നബാധിത മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മഴ ശക്തമായാൽ എത്രയും പെട്ടെന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണം എന്നാണ് മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത്. ഓണക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്വന്തം വീടുകളിലേക്കൊക്കെ എത്തി ഓണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാനിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൂടി എത്തിയിരിക്കുന്നത്. ഈ ഓണക്കാലം വെള്ളത്തിലാണോ എന്നുള്ള ഒരു വലിയ ആശങ്കയും ഇപ്പോൾ മലയാളികൾക്ക് ഉണ്ട്. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ്, വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദം പശ്ചിമ ബംഗാൾ തീരത്തിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഗംഗാതട പശ്ചിമ ബംഗാളിനും ജാർഖണ്ഡിനും മുകളിലൂടെ സഞ്ചരിക്കാൻ സാധ്യത. ഇതിന്റെ ഭാഗമായി അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്നും നാളെയും, അതായത് ഓഗസ്റ്റ് 13, 14 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. പലയിടത്തും മഴ ശക്തമായി തന്നെ പെയ്യുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസവും എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നാണ് മുന്നറിയിപ്പ്. ഇതുകൂടാതെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം, അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതാ മുന്നറിയിപ്പ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 13-ാം തീയതി, അതായത് ഇന്ന്, പിന്നെ 14-ാം തീയതി മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം അതുകൂടി നമുക്കൊന്ന് നോക്കാം. അതായത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ്. 14-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഴ കനക്കാൻ കാരണമാകുന്ന അന്തരീക്ഷ ഘടകങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിലെ മഴക്കാലത്തെ കൂടുതൽ ശക്തമാക്കുന്നത് പ്രധാനമായും 3 അന്തരീക്ഷ ഘടകങ്ങളാണ്. മൺസൂൺ ട്രഫ്, മഴ നൽകുന്ന വ്യൂഹങ്ങളുടെ പ്രധാന പാതയായി പ്രവർത്തിക്കുന്ന മൺസൂൺ ട്രഫ് നിലവിൽ സാധാരണ സ്ഥാനത്തു നിന്നും തെക്കോട്ട് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. താഴ്ന്ന അന്തരീക്ഷ തലത്തിലുള്ള ഈ മാറ്റം കാരണം കൂടുതൽ മേഖലകളിൽ ദീർഘനേരം മഴ ലഭിക്കാൻ കാരണമാകുന്നു. രണ്ടാമത്തേത് ഷിയർ സോൺ. മധ്യ ഇന്ത്യക്കും വടക്കൻ ഉപദ്വീപ് ഇന്ത്യക്കും കുറുകെ ഒരു ഷിയർ സോൺ നിലനിൽക്കുന്നുണ്ട്. അന്തരീക്ഷത്തിന്റെ താഴ്ന്നതും മധ്യവുമായ തലങ്ങളിലൂടെ കടന്നു പോകുന്ന ഇത് തെക്കോട്ട് ചരിഞ്ഞാണ് കാണപ്പെടുന്നത്. ഇത് അന്തരീക്ഷത്തിൽ അസ്ഥിരത ഉണ്ടാക്കുകയും ഈർപ്പം കൂട്ടുകയും ചെയ്യുന്നതിലൂടെ മഴയുടെ ശക്തി വർദ്ധിക്കുന്നു. മൂന്നാമത്തേത് ബംഗാൾ ഉൾക്കടലിലെ പുതിയ സിസ്റ്റം. നിലവിൽ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി അന്തരീക്ഷത്തിന്റെ മധ്യതലം വരെ വ്യാപിച്ചു കിടക്കുന്ന ചുഴലി നിലനിൽക്കുന്നുണ്ട്. അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ഇതൊരു ന്യൂനമർദ്ദമായി തീവ്രമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മഴ വ്യാപിക്കാൻ കാരണമാകുന്നു. മഴ മാത്രമല്ല കേരളത്തിൽ വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കടൽക്ഷോഭം തീരദേശത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസം വലിയ പ്രതിസന്ധിയാണ് തീരദേശ ജനതയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്ത
ശക്തമായ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതായി ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടത് അനിവാര്യമാണ്. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണെന്നും മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 13 മുതൽ 17 വരെ സൊമാലിയ, ഒമാൻ തീരങ്ങൾ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാട് തീരം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കൻ ശ്രീലങ്കൻ തീരം, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 14-ാം തീയതി പശ്ചിമ ബംഗാൾ, ഒഡീഷ തീരം, ബംഗ്ലാദേശ് തീരം, അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയും മോശം കാലാവസ്ഥയ്ക്കുമാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. 15-ന് പശ്ചിമ ബംഗാൾ, ഒഡീഷ തീരം, വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. 16-17 തീയതികളിൽ ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. മുന്നറിയിപ്പുള്ള സമുദ്ര മേഖലകളുടെ വ്യക്തമാക്കി ഇതിനോടകം നൽകിയിരിക്കുന്ന ഭൂപടം പരിശോധിക്കുക. നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുമ്പോൾ പലരും ഇപ്പോൾ കടലിലായിരിക്കും ഉണ്ടായിരിക്കുക. അവർക്ക് പെട്ടെന്ന് തന്നെ തീരത്തേക്ക് എത്താനുള്ള ഒരു സാഹചര്യമില്ല. മോശം കാലാവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ തീരത്തുള്ളവർ തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അതിലൂടെ അപ്പോൾ തന്നെ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ കടലിൽ പോയിരിക്കുന്നവരൊക്കെ സുരക്ഷിതമായി എത്രയും പെട്ടെന്ന് തിരികെ എത്തുക. 15 മുതൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഇതിനിടെ മുതലപ്പൊഴിയിലും വിഴിഞ്ഞത്തും മത്സ്യത്തൊഴിലാളികൾ കാണാതായത് അവരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുടുംബങ്ങൾ വലിയ പ്രതിഷേധത്തിലും അവർ നെഞ്ചുപൊട്ടിയുമാണ് കഴിഞ്ഞുകൂടുന്നത്. അവർ തിരികെ വരില്ല എന്ന് ഏകദേശം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു ആ കുടുംബങ്ങൾ. എന്നാൽ അവരുടെ മൃതദേഹമെങ്കിലും വിട്ടുകിട്ടണം, തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരാവശ്യം. മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനായി 14-ാം ദിവസവും തിരച്ചിൽ നടത്തിയിരുന്നു. പൂവാർ, പൊഴിയൂർ, കൊല്ലങ്കോട് തീരങ്ങളിലും കന്യാകുമാരി, കൊച്ചി പുറംകടലുകളിലും ഹെലികോപ്റ്ററും കപ്പലുകളും വള്ളങ്ങളും ഉപയോഗിച്ച് വിപുലമായ പരിശോധനയാണ് ഇന്നും നടത്തിയത്. മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ നടത്തിയത്. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായി കോസ്റ്റൽ പോലീസിന്റെ റെസ്ക്യൂ ബോട്ടും ഫിഷറീസ് വള്ളങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയിരുന്നു. വിഴിഞ്ഞത്ത് കാണാതായ ജോൺ മാത്യൂസിനായി കൊച്ചിയിൽ നിന്നും തൂത്തുക്കുടിയിൽ നിന്നും എത്തിയ കപ്പലുകളും മേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. അതേസമയം മുതലപ്പുഴയിൽ കായലിൽ വീണ് കാണാതായ 5 തെങ്ങ് സ്വദേശി പ്രവീണിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. മുതലപ്പുഴി താഴമ്പള്ളി ലേലഹാളിന് സമീപം കായലിൽ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അഴിമുഖം കടന്ന് കായലിൽ പ്രവേശിക്കുമ്പോൾ അപസ്മാരമുണ്ടാകുകയും തുടർന്ന് കായലിലേക്ക് വീഴുകയുമായിരുന്നു. മഴ മാത്രമല്ല, കടൽക്ഷോഭവും കേരളത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കുക, കുട്ടികളൊക്കെ കടലിലിറങ്ങി കളിക്കുന്നതും മറ്റും ഒഴിവാക്കുക. എപ്പോൾ വേണമെങ്കിലും ഒരു ദുരന്തമുണ്ടാകാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസമൊക്കെ മനുഷ്യന്റെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും ജാഗ്രത പാലിക്കാമോ അത്രയും ജാഗ്രത പാലിക്കുക.
മഴ കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും പൊതുജനങ്ങൾക്കായി കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദിക്കരകളിലും അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറണം. പകൽ സമയത്ത് തന്നെ തദ്ദേശ റവന്യൂ അധികാരികളുമായി ബന്ധപ്പെട്ട് മാറി താമസിക്കാൻ ശ്രദ്ധിക്കുക. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്തതും മേൽക്കൂരയില്ലാത്തതുമായ വീടുകളിൽ താമസിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, പരസ്യ ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കുകയോ മരച്ചില്ലകൾ കോതി ഒതുക്കുകയോ ചെയ്യണം. ശക്തമായ മഴയുള്ളപ്പോൾ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ ജലാശയങ്ങളിൽ കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങരുത്. ജലാശയങ്ങൾക്ക് മുകളിലെ പാലങ്ങളിൽ കയറി കാഴ്ച കാണുന്നതും ചിത്രങ്ങളും സെൽഫികളും എടുക്കുന്നതും കൂട്ടം കൂടി നിൽക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. അത്യാവശ്യമല്ലാത്ത യാത്രകൾ, പ്രത്യേകിച്ച് മലയോര മേഖലകൾ, വെള്ളച്ചാട്ടങ്ങൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കുക. ജലാശയങ്ങളോട് ചേർന്നുള്ള റോഡുകളിലും അറ്റകുറ്റപ്പണി നടക്കുന്ന വഴികളിലും അതീവ ശ്രദ്ധ പുലർത്തുക. വെള്ളക്കെട്ടുള്ള റോഡുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കരുത്. ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ ജീവിക്കുന്നവർ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആവശ്യമായ എമർജൻസി കിറ്റ് മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം. ജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കുക. വീണ്ടും മഴ കനക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലയോര മേഖലകളിലൊക്കെ തന്നെയും കാറ്റിനും മഴയ്ക്കുമാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വടക്കൻ ജില്ലകളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.